ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ആൽഫബറ്റ് കില്ലർ, അങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സീരിയൽ കില്ലർ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. 10-15 വയസ്സുള്ള പെൺകുട്ടികളെ വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞിട്ട് ഇയാൾ ഒരു പരിപാടി ചെയ്യും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരിച്ചുപോയ പെൺകുട്ടികളുടെ ആദ്യത്തെ അക്ഷരം ഉണ്ടല്ലോ, ആ അക്ഷരത്തിലുള്ള സ്ഥലപ്പേരുള്ള ആ സ്ഥലത്ത് പെൺകുട്ടികളുടെ ഡെഡ് ബോഡി കൊണ്ടുപോയിടും. എന്തിനാണ് ഇയാൾ ഈ ഒരു കാര്യം ചെയ്തത് എന്നറിയുമ്പോഴാണ് ഏറ്റവും ഷോക്കിംഗ് ആവുക. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ അവസാനം ഈ ഒരു കേസ് അന്വേഷിക്കുന്നതും പിന്നീട് അത് തെളിയിക്കുന്നതും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ലേഡി പോലീസാണ്. ഈ പോകുന്ന സ്ഥലത്ത് മുഴുവൻ ആത്മാക്കളെ കാണലാണ് ഇവരുടെ പ്രധാന പരിപാടി. അതായത് ഇവരുടെ തോന്നലാണ്, അങ്ങനെ ഒരു അസുഖമാണ് ഇവർക്ക്. എന്നിട്ടും ആ ഒരു കേസ് ഇവർ അവസാനം തെളിയിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ആ ഒരു കേസിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, അമേരിക്കയിൽ നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. സോ ഇതൊരു റിയൽ ഇൻസിഡന്റ് കൂടിയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ ന്യൂയോർക്കിലാണ് കാണിക്കുന്നത്. സ്ട്രീറ്റിലൂടെ നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ ഇപ്പൊ കാണിക്കുന്നുണ്ട്, കാർല കാസ്റ്റില്ല. പെട്ടെന്ന് അവളുടെ അരികിലേക്ക് ഒരു നീല നിറത്തിലുള്ള കാറ് വന്ന് നിൽക്കുകയാണ്. അതിലുള്ള ആള് അവളോട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അവൾക്ക് പരിചയമുണ്ട് തോന്നുന്നു. അവളും തിരിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. മാത്രമല്ല, ഇതിനുശേഷം ആ ഒരു കാറിൽ കയറിയിട്ട് ഈ പെൺകുട്ടി, അതായത് കാർല കാസ്റ്റില്ലോ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ആ വന്ന ആളുടെ കൂടെ കാറിൽ കയറിയിട്ട് പോകുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞപ്പോൾ ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ കാട്ടിലൂടെ ഈ പെൺകുട്ടി രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ ആരുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടിക്ക് പിന്നീട് എന്തോ സംഭവിച്ചു. അതെ, കാർല കാസ്റ്റില്ലോ അവൾ മരണപ്പെട്ടു. പിന്നീട് ഈ കേസ് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് മേഗൻ, അതുപോലെ തന്നെ മേഗന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സ്റ്റീവ് ആണ്. രണ്ടുപേരും കപ്പിൾസ് ആണ്. അവർ രണ്ടുപേരും തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. അങ്ങനെ മരിച്ചു കിടക്കുന്ന കാർല കാസ്റ്റില്ല, അവളുടെ ആ ഒരു ബോഡിയിലേക്ക് മേഗൻ നോക്കിയ പാട് തന്നെ അവളുടെ കണ്ണിങ്ങനെ തുറന്ന് അത് കറുപ്പ് നിറത്തിലായിട്ട് അവൾ കാണുകയാണ്. പക്ഷെ ഈ കാര്യമൊന്നും മേഗൻ ആരോടും പറയുന്നില്ല. എന്നാൽ ഉള്ളിൽ നല്ലൊരു ഭയമുണ്ട്. പിന്നെ ഈ ഒരു ബോഡി കിട്ടിയല്ലോ, ഈ ബോഡിയിൽ നിന്നും പോലീസുകാർക്ക് കണ്ടെടുക്കാൻ പറ്റിയത് ഒരു പ്രത്യേകതരം പൂച്ച, ഒരു പേർഷ്യൻ കാറ്റ് ഉണ്ടല്ലോ, അതിന്റേതായ രോമങ്ങളെ കുറെ കണ്ടെടുക്കാൻ പറ്റി. അതായത് കില്ലർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ ഇങ്ങനെ ഒരു പൂച്ചയെ വീട്ടിൽ വളർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ രോമം ഇയാളുടെ ദേഹത്ത് വന്നതും പിന്നീട് അത് കാർലയുടെ ദേഹത്തേക്കായതും. പോരാത്തതിന് കുറച്ച് അപ്പുറത്തായിട്ട് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഒരു അണ്ടർവെയർ കാണുന്നുണ്ട്. അത് കാർലയുടേതാണ്. അതായത് കില്ലറുടെ ഉദ്ദേശം അവളെ റേപ്പ് ചെയ്യലായിരുന്നു. വളരെ ബ്രൂട്ടലായിട്ട് തന്നെ ആ കില്ലർ അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാർലയെ മിസ്സായി ആ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആരോ ഒരാളുമായിട്ട് അവള് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. പിന്നീട് കാറിൽ കയറി പോയി എന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ ഏതാണ് ആ ഒരു കാറ്, വ്യക്തമായിട്ട് അതിന്റെ നമ്പറോ കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് കിട്ടുന്നില്ല. അതിന്റെ കൂടെ തന്നെ അവിടെ CCTVയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ എവിഡൻസ് സംഭവ സ്ഥലത്ത് വെച്ച് പോലീസുകാർക്ക് കിട്ടിയില്ല. എന്നാൽ രാത്രിയായ സമയത്ത് മേഗന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. അവൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് ആ കാറിൽ കയറി പോകണമെങ്കിൽ അവൾക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ. പക്ഷെ ആ ഒരു കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഇവർക്ക് കഴിയുന്നേയില്ല. യാതൊരു ലീഡും കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പൊ 3 മാസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പോലീസുകാരെയും പിന്നീട് ചീഫ് ഓഫീസിലേക്ക് വിളിക്കുകയാണ്. മാത്രമല്ല, ഈ കേസിന്റെ കാര്യത്തിൽ ഇവർക്ക് ഇപ്പോൾ ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതായത് അന്ന് ആ ഒരു കൊലപാതകം അയാൾ ചെയ്തിട്ടുണ്ടാവോ ഒരു മാനസിക വിഭ്രാന്തിയുടെ പുറത്തായിരിക്കണം. മിക്കവാറും അയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അല്ലാതെ ഇത് പ്ലാൻ ചെയ്ത ഒരു മർഡർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മേഗൻ പറയാണ്, സാർ എന്ത് വിഡിതരായി പറയുന്നത്, ഇതൊരു പ്ലാൻ മർഡർ ആണ്. കാരണം ഈ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ പേര് കാർല കാസ്റ്റില്ലോ, അവളുടെ ബോഡി കിട്ടിയ സ്ഥലം ചർച്ചുവേൽ. എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അവളുടെ പേരിന്റെ 2 അക്ഷരങ്ങൾ കാർല കാസ്റ്റില്ല, രണ്ടിലും സി ഉണ്ട്. അതുപോലെ ബോഡി കണ്ടെടുത്ത ആ ഒരു സ്ഥലം അതും ഒരു സിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് ഒരു പ്രത്യേക പാറ്റേണിൽ കൊലപാതകം ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ തന്നെയാണ് അവളുടെ കൊലപാതകത്തിന്റെ പിന്നിൽ. നമ്മൾ എല്ലാ കാര്യവും അന്വേഷിച്ചതാണ്, ഇതുവരെയായിട്ട് ഒരു ലീഡ് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു തവണ കൂടെ റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ എനിക്ക് തരണമെന്ന് പറയണം. ഇത് കേട്ടപാട് തന്നെ ചീഫ് ചിരിക്കുകയാണ്. നിന്റെ ഓരോ മണ്ടൻ ഐഡിയകൾ മര്യാദക്ക് വെറുതെ ഇരുന്നു, ഈ കേസിന്റെ പിന്നാലെ ഇനി പോവാൻ നിൽക്കരുതെന്ന് പറയണം. എന്നാൽ ചീഫ് എന്നല്ല, ഇനിയിപ്പോ മുഖ്യമന്ത്രി വന്ന് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ക്യാരക്ടർ അല്ല മേഗന്റേത്. എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൾ അത് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട ഈ കാർല കാസ്റ്റില്ലോ ഉണ്ടല്ലോ, അവളുടെ അച്ഛനെ കാണാനായിട്ട് ഒരു ബാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു ബാർ ടെൻഡറും ഉണ്ടായിരുന്നു. ഇയാളാണ് കാർലയുടെ അച്ഛൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ കാർലയുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയിട്ട് ഇയാളോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, കാർലയുടെ അച്ഛനും അമ്മയും രണ്ടുപേരും ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ അച്ഛന്റെ അടുത്തേക്ക് പോകും, പിന്നീട് വൈകുന്നേരം തിരിച്ചു പോകും. ഇപ്പോ മേഗൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് അവസാനമായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി മകള് വന്നപ്പോ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ഫീൽ ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം അവൾ പറഞ്ഞായിരുന്നോ? ഇതൊക്കെ ചോദിച്ചപ്പോൾ അവളുടെ അച്ഛൻ പറയാണ്, ഇല്ല സാറേ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും നടന്നതായിട്ട് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. നോർമൽ ആയിട്ടുള്ള ഒരു ദിവസം പോലെ തന്നെയാണ് ആ ഒരു ദിവസവും കടന്നുപോയത്. ഓക്കെ, വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ മരിച്ചുപോയ നിങ്ങളുടെ മകളുണ്ടല്ലോ കാർല, അവളുടെ കഴുത്തിൽ ഒരു ക്രോസ് സിമ്പിൾ ഉണ്ടായിരുന്നു, എന്നാൽ ബോഡിയിൽ അത് ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേ ആ ഒരു ക്രോസ് സിമ്പിൾ അവൾക്ക് കൊടുത്തത് എന്റെ അമ്മയാണെന്ന് പറയണം. ഇതും പറഞ്ഞ് മേഗൻ അവിടെ നിന്ന് ഇങ്ങനെ കോഫി കുടിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ കോഫി കപ്പ് വെക്കുന്ന സ്ഥലത്ത് അതിന്റെ ചെറിയൊരു പാട് വരല്ലേ, അതൊരു 2-3 അവിടെ ഉണ്ടാകുന്നത് പോലെ ഒരു എലൂഷൻ അവൾക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ കാര്യമൊന്നും അവളുടെ മുഖത്ത് കാണിക്കാതെ ആ ഒരു
ഭയം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ ഇയാളോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, മേഘന് ഇതുപോലെയുള്ള ഇലൂഷൻസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ കാര്യമൊന്നും ആരോടും ഷെയർ ചെയ്യാറില്ല. ഇതിനുശേഷം മേഘൻ പോകുന്നത് മരിച്ചുപോയ കാർലയുടെ അമ്മയുമായിട്ട് സംസാരിക്കാനാണ്. അതായത് കാർല അവളുടെ അമ്മയും അച്ഛനും അല്ലാതെ വേറെ ആരുടെയെങ്കിലും അടുത്തേക്ക് പോവാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാർലയുടെ അമ്മ പറഞ്ഞത്, അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട്ടിലേക്ക് അവൾ പോവാറുണ്ട്, വേറെ അങ്ങനെ ആരുടെ അടുത്തേക്കും പോവാറില്ല. മാത്രമല്ല എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഒരു മാസം മുന്നേ മരിച്ചു പോവുകയും ചെയ്തായിരുന്നു. ഓക്കെ ശരി, എനിക്ക് അവളുടെ മുറി ഒന്ന് കാണാൻ പറ്റുമെന്ന് മേഘൻ ഇപ്പോൾ ഈ കാർലയുടെ അമ്മയോട് ചോദിക്കുകയാണ്. അതിനെന്താ പോയി നോക്കിയിട്ട് വാന്ന് പറയണം. അങ്ങനെ കാർലയുടെ മുറിയിലേക്ക് മേഘൻ ചെല്ലുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ പരിശോധിക്കുകയാണ്. പിന്നീട് കണ്ടാൽ കുറച്ച് പ്രാന്തമായിട്ട് തോന്നുന്ന കുറച്ച് പരിപാടി മേഘൻ കാണിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ആ ഒരു കട്ടിലുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു ഫ്ലോറിൽ അവൾ കിടക്കുകയാണ്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് കട്ടിലിനടിയിലായിട്ട് 3 പാവകൾ കാണുകയാണ്. അതിങ്ങനെ പതിയെ മാറ്റി നോക്കിയപ്പോൾ അതിന്റെ പിറകിലായിട്ട് ഒരു കുരിശിന്റെ സിമ്പല് കാണുന്നുണ്ട്. പെട്ടെന്നൊരു കൈ വന്നിട്ട് ഈ മേഘനെ പിടിക്കുകയാണ്. നോക്കുമ്പോൾ അത് ഈ മരിച്ചുപോയ കാർലയുടെ ആത്മാവായിരുന്നു. മാത്രമല്ല ആ ആത്മാവ് മേഘനോട് സഹായം ചോദിക്കുകയാണ്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യ്. എന്നാൽ ആകെ പേടിച്ചു പോയ മേഘൻ ചാടി എഴുന്നേൽക്കാണ്. അവൾ ഈ റൂമിൽ വെച്ച് കാണിച്ചു കൂട്ടിയതൊക്കെ കാർലയുടെ അമ്മ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം പോയിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാന്തി എന്റെ വീട്ടിലേക്ക് വന്നായിരുന്നു, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ചീഫ് അവിടുന്ന് ഇപ്പൊ കാർലയുടെ അമ്മയെ പറഞ്ഞു വിടുകയാണ്. മാത്രമല്ല അധികം വൈകാതെ മേഘന് വിളിപ്പിക്കുകയാണ്. കേസ് അന്വേഷിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, അൺഒഫീഷ്യലായിട്ട് നീ അത് അന്വേഷിക്കുകയും ചെയ്തു. അതിനു പുറമെ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരിൽ ആ കുടുംബത്തിനെ വീണ്ടും നീ ഉപദ്രവിക്കാൻ ചെന്നു. വേണ്ട, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിനക്കുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. തൽക്കാലം ഞാനൊരു ഡോക്ടറെ റെഫർ ചെയ്യുന്നുണ്ട്, പോയി കണ്ടിട്ട് വാന്ന് പറയണം. പക്ഷെ ഇതിനുശേഷം മേഘന്റെ അവസ്ഥ കുറച്ചുകൂടെ വഷളാവാണ്. അവൾ അവളുടെ റൂമിലാണിപ്പോ. ആ ഒരു കേസ് അന്വേഷിച്ച് ആരാണ് കാർലയുടെ കൊലപാതകി എന്ന് മേഘന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുകയാണ് അവള്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാർലയുടെ ആ ആത്മാവ് അവളുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവൾ ഇങ്ങനെ ഇലൂഷൻ ചെയ്യാണ്. ഇതിനു പുറമെ ഒരു കത്തി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇപ്പൊ കാർലയോട് സംസാരിക്കുന്നത് പോലെ അവള് സംസാരിക്കുകയാണ്. കാർല, ആരാണ് നിന്റെ കൊലപാതകി എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിനെനിക്ക് പറ്റുമെന്നും എനിക്കറിയില്ല. പക്ഷെ നീ ഇങ്ങനെ വരുമ്പോ കുറ്റബോധം കാരണം എനിക്ക് നിന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ നീറി ചാവുന്നതിലും നല്ലത് ഒറ്റയടിക്ക് ചാവുന്നതാ. ഇതും പറഞ്ഞ് ഒരു കാരണവുമില്ലാതെ സ്വന്തം കൈ മുറിച്ചു കളയാണ് മേഘൻ. എന്നാൽ അധികം വൈകാതെ അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സ്റ്റീവ് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അവളെ വേഗം ഹോസ്പിറ്റലിലേക്ക് ആക്കാൻ പറ്റി. ആ സമയത്താണ് അവിടുത്തെ ഡോക്ടർ സ്റ്റീവിനോട് ഒരു കാര്യം പറയുന്നത്. അതായത് മേഘന് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അതായത് ചെറിയൊരു മാനസിക രോഗം, സൈസോഫ്രീനിയ. ഈ ഒരു അവസ്ഥയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു സൊല്യൂഷൻ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് അതൊരു മാനസികം പോലെയാവും. ആ കാര്യം വല്ലാണ്ട് അവർ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്ത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് പോകും. ദാ ഇപ്പൊ മേഘനെ പോലെ തന്നെ. അതായത് ഇപ്പൊ കാർലയുടെ കൊലപാതകം അവളാണല്ലോ അന്വേഷിച്ചത്. യാതൊരു തുമ്പും വാലും അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഉള്ളിൽ നല്ലോണം ഉണ്ട്. എന്നാൽ അവൾക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കാര്യം സ്റ്റീവ് ആദ്യമായിട്ടാട്ടോ അറിയുന്നത്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഇപ്പൊ 2 വർഷമായിട്ടുണ്ട്. മേഘന് ഇതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റീവ് ഇപ്പോൾ അവളെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പ്രൊഫഷണലി അവളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറൊക്കെ ആയിരുന്നു അവള്. എന്നാൽ ജോലിയിൽ നിന്നും അവളെ ഡീപ്രൊമോട്ട് ചെയ്തിട്ട് വെറും ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ മേഘനെ. അതുപോലെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓവറായിട്ടുള്ള സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും മേഘൻ എടുക്കാറില്ല. മരുന്നും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിനും പോകാറുണ്ട്. ആ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരുമായിട്ട് മേഘന് നല്ല ബന്ധമാണ് കേട്ടോ. കാരണം മേഘനെ പോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. ആ കൂട്ടത്തിൽ ഒരാളുമായിട്ട് മേഘന് നല്ല കമ്പനി ആവുകയാണ് കേട്ടോ. റിച്ചാർഡ് എന്നാണ് അവന്റെ പേര്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ആൾക്ക് നടക്കാൻ കഴിയില്ല. കാലിന്റെ സ്വാധീനം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു നല്ല മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മേഘൻ അവനുമായിട്ട് നന്നായിട്ട് കമ്പനി ആവുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ കമ്പനിയായി 2 വർഷം മുന്നേ നടന്ന ആ ഒരു കേസിനെ കുറിച്ച് വരെ റിച്ചാർഡിനോട് പറയുന്നുണ്ട്. അതായത് അന്ന് മരണപ്പെട്ടു പോയ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, കാർല കാസ്റ്റിലോ, അവളുടെ ബോഡി കിട്ടിയത് ചർച്ചുവേലിയിൽ നിന്നാണ്. അതായത് ഈ കൊലപാതകം നടത്തുന്നത് ഒരു സീരിയൽ കില്ലറാണ്. അവളുടെ ആ ഒരു പേരും സ്ഥലപ്പേരൊക്കെ വെച്ചിട്ട്. ഈ കാര്യം ഞാൻ എന്റെ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. അവർ ആ ഒരു കാര്യമൊന്നും കേട്ടില്ല. ആ രീതിയിൽ കേസ് അന്വേഷിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു കില്ലറെ പിടിക്കാൻ പറ്റിയേനെ. ഇത് കേട്ടപ്പോൾ റിച്ചാർഡ് പറയാണ്, മേഘൻ എന്തിനാണ് വെറുതെ വീണ്ടും ആ ഒരു പഴയ ലൈഫിലേക്ക് പോകുന്നത്? അന്ന് അതിന്റെ പിന്നാലെ പോയല്ലേ നിനക്ക് മാനസികം പോലെ ആയതും അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ വല്ലാണ്ട് കൂടിയതും ഇതുപോലെയുള്ള വിഷയങ്ങൾ വന്നതും എല്ലാം ഈ ഒരു കേസിന്റെ പിന്നാലെ പോയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്റെ നല്ലൊരു സുഹൃത്താണ്, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് നോർമൽ ആയിട്ടൊക്കെ നിൽക്കുക കേട്ടാ. ഇപ്പൊ മേഘനും റിച്ചാർഡ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായപ്പോ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കൊലപാതകവും ചെയ്യാതിരുന്ന ആ ഒരു കില്ലർ ഇന്ന് രാത്രി വീണ്ടും ഒരു കൊലപാതകം, വെറും കൊലപാതകമല്ല, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ റെയിൽവേ ട്രാക്കിൽ വെച്ച് ആ പെൺകുട്ടിയുടെ ബോഡി കിട്ടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാർ ബോഡി റിക്കവർ ചെയ്യാനും മാത്രമല്ല കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേഷനിലേക്ക് വന്ന മേഘം നോക്കുമ്പോൾ എല്ലാവരും ധൃതിയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സ്റ്റീവും ഉണ്ട് കേട്ടോ. എന്നാൽ ഇപ്പൊ ഹസ്ബൻഡ് എല്ലാം അവർ ഡിവോഴ്സ് ആയിട്ടുണ്ട്. അവനിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് നല്ല ഉയർന്ന റാങ്കിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ സ്റ്റീവിനോടും എന്താണ് കാര്യങ്ങൾ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ ആരും അവൾക്ക് മറുപടി കൊടുക്കുന്നില്ല, ഒരു വാല്യൂ ആരും കൊടുക്കുന്നില്ല. പിന്നീട് വേഗം തന്നെ മേഘൻ ആ ഒരു കേസ് ഫയൽ അതൊന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് അവളാകെ ഞെട്ടിപ്പോയി.
ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവളുടെ പേര് വെൻഡി വാഷ് എന്നാണ്. അതുപോലെ അവളുടെ ബോഡി കെട്ടിയിരിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേര് വെസ്റ്റ് എന്നാണ്. അതായത് ആ ഒരു കണക്ഷൻ അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതായത് പെൺകുട്ടിയുടെ പേരും അതുപോലെ തന്നെ സ്ഥലത്തിന്റെ പേരും രണ്ടും തുടങ്ങുന്നത് ഡബ്ല്യൂയിൽ നിന്നാണ്. ഈ കാര്യം വേഗം പോയിട്ട് സ്റ്റീവിനോട് പറയുന്നുണ്ട് കേട്ടോ. ഇനിയും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോവാണെങ്കിൽ അതൊരു ആന മണ്ടത്തരായിരിക്കും. ദയവ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള വേയിൽ ആ ഒരു കേസ് അന്വേഷിക്കുക. ആ ഒരു കൊലപാതകയെ നമുക്ക് പിടിക്കണ്ടേ, പറ്റുവാണെങ്കിൽ ആ കേസ് എന്നെ ഒന്ന് ഏൽപ്പിക്കുന്നു പറയാണ്. അങ്ങനെ മേഘന്റെ നിർബന്ധപ്രകാരം സ്റ്റീവ് അവൾക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഈ കേസ് അന്വേഷിക്കാനായിട്ട്. പക്ഷേ അവളുടെ കൂടെ തന്നെ ഒരു അസിസ്റ്റന്റിനെയും അയക്കും. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും എടുത്തു ചാടി ചെയ്യാനുള്ള പെർമിഷൻ മേഘനില്ല. എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ സ്റ്റീവിനെ റിപ്പോർട്ട് ചെയ്യുക. അതിൽ കൂടുതലായിട്ട് അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കേസ് അന്വേഷിക്കാലോ. പിന്നീട് അവൾക്ക് കിട്ടിയ ആ ഒരു അസിസ്റ്റന്റ് ഇവനെയും കൂട്ടിക്കൊണ്ട് നേരെ ഇപ്പൊ കൊല്ലപ്പെട്ട വെൻഡി വാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തി കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആരെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കുമ്പോൾ ആരും ഇവർക്ക് സംശയമൊന്നുമില്ല. പിന്നെ മോള് സ്ഥിരമായിട്ട് പോകാറുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് എങ്ങോട്ട് പോകാറില്ല, എന്നാലും വീക്ക്ലി 1 ടൈം സെന്റ് ലൂയിസ് ചർച്ചിലേക്ക് ഞങ്ങൾ എല്ലാവരും പോവാറുണ്ട്. ഇതിലുപരിയായിട്ട് വേറൊരു സ്ഥലത്തേക്കും എന്റെ മോൾ അങ്ങനെ പോവാറില്ല. അവർ രണ്ടുപേരും നല്ല വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും മേഘൻ അവരോട് ചോദിക്കുന്നില്ല. എന്തായാലും വാൻഡിയുടെ മുറി ഒന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾ നേരെ വാൻഡിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. പോയ സമയത്ത് വീണ്ടും അതേ ഇലൂഷൻസ് തന്നെ അവൾക്ക് ഉണ്ടാവുകയാണ്. അതായത് 2 വർഷങ്ങൾക്ക് മുന്നേ കാർലയുടെ മുറിയിൽ കയറിയപ്പോണ്ടായിരുന്ന ഇലൂഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ മരിച്ചുപോയ വാൻഡി അവളുടെ ആ ആത്മാവ് വന്നിട്ട് ഈ മേഘനോട് സഹായം ചോദിക്കുകയാണ്. ഇതെല്ലാം കണ്ട് വിറച്ചു നിൽക്കുകയാണ് മേഘൻ. ഇത് വെറും ഒരു ഇലൂഷൻ മാത്രമാണെന്ന് അവൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ അവളുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ഇയാള് വന്നിട്ട് വിളിക്കുന്നുണ്ട്, മേഘം നമുക്ക് വേഗം ഒന്ന് ആ സംഭവ സ്ഥലത്തേക്ക് ഒന്ന് പോകണം. അതായത് ഈ വാൻഡി അവസാനമായിട്ട് കാണാതായ ആ ഒരു സ്ഥലത്തേക്ക്. അവിടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരൻ ആ കാറ് കണ്ടു എന്നാ പറയുന്നത്. ഇവര് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പിച്ചക്കാരനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ആ കാറിന്റെ നിറം അത് നീല നിറമാണെന്ന് മാത്രം അറിയാം. കാറിന്റെ മോഡൽ ചോദിച്ചപ്പോൾ സാറേ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയാം. ഇതേ നേരം തന്നെ നടു റോട്ടിൽ നിൽക്കുന്ന വാൻഡിയുടെ ആത്മാവിനെ മേഘൻ വീണ്ടും കാണുകയാണ്. ഇത് കണ്ട് കയ്യും കാലും വിറക്കുന്നുണ്ട് മേഘന്. പക്ഷേ ഈ കാര്യം അസിസ്റ്റന്റിനോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് തന്നെ അവൾ ഒഴിവാക്കിയേക്കാം. മേ ബി അവൾക്ക് ഈ ജോലിയും നഷ്ടമായേക്കാം. അതുകൊണ്ട് അവൾക്കുണ്ടാവുന്ന വ്യത്യസ്തമായ ഈ കാര്യങ്ങളൊന്നും ആരോടും നിലവിൽ ഷെയർ ചെയ്യുന്നില്ല. എല്ലാ വിഷമവും അതുപോലെ തന്നെ എല്ലാ സ്ട്രെസ്സും ഉള്ളിൽ വെച്ച് അവൾ നേരെ രാത്രിയിൽ പോകുന്നത് റിച്ചാർഡിന്റെ അടുത്തേക്കാണ്. ഇപ്പൊ അവൾക്ക് മനസ്സ് തുറക്കാൻ പറ്റിയ ഒരേ ഒരാള് ഈ റിച്ചാർഡ് മാത്രമേ ഉള്ളൂ. റിച്ചാർഡിനും അതുപോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നുമില്ല. പോരാത്തതിന് കാലിന് തീരെ വയ്യാലോ. അതുകൊണ്ട് കൂടുതലായിട്ട് പബ്ലിക്കിലേക്ക് അവൻ ഇറങ്ങാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് മേഘൻ ഇപ്പോൾ റിച്ചാർഡിന്റെ അടുത്തേക്ക് പോകുന്നത്. റിച്ചാർഡിനോട് നടക്കുന്ന സംഭവങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. അവൾക്കുണ്ടാവുന്ന ആ ഒരു ഇമാജിനേഷൻ, ഹാലൂസിനേഷൻ, ഇതെല്ലാം ഇപ്പൊ റിച്ചാർഡ് പറയണം, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഈ കേസിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇൻവോൾവ് ആകില്ലേ. ഡോക്ടറൊന്നും മര്യാദക്ക് കാണാൻ പറഞ്ഞാൽ നിനക്ക് കാണാനും പറ്റില്ലല്ലോ. ഇപ്പൊ മേഘൻ പറയണ, റിച്ചാർഡ് അതല്ല, ഈ കാര്യങ്ങളൊക്കെ എന്റെ മൈൻഡിൽ നിന്ന് പോകണമെങ്കിൽ ആ ഒരു കില്ലറെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ, അല്ലാതെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവുന്ന തോന്നില്ല. റിച്ചാർഡിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ദൈവം തമ്പുരാൻ പറഞ്ഞാലും അവൾ മാറ്റാൻ പോകുന്നില്ല. ഒരു വല്ലാത്ത ക്യാരക്ടർ തന്നെയായി മേഘന്റേത്. അവൾ ആ ഒരു കേസിലേക്ക് പരമാവധി ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ സമയത്താണ് മേഘൻ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. 2 വർഷം മുന്നേ മരിച്ചുപോയ കാർല അതുപോലെ തന്നെ ഇപ്പൊ മരണപ്പെട്ട വാൻഡി, ഇവർ രണ്ടുപേരിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരാൾ, അയാളുടെ പേര് ടാനർ എന്നാണ്. അതായത് കാർല മരിച്ച സമയത്ത് അവളുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ ആയിരുന്നു ഈ ടാനർ. അതുപോലെ ഇപ്പൊ മരിച്ചുപോയ വാൻഡി ഉണ്ടല്ലോ, വാൻഡിയുടെ അങ്കിള് കൂടിയാണ് ഈ ടാനർ. പോരാത്തതിന് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ടാനർ സ്കൂളിലെ പിള്ളേരുമായിട്ട് ഏതോ ഒരു ക്യാമ്പിങ്ങിന് പോയ സമയത്ത് ഒരു 10 വയസ്സുള്ള പെൺകുട്ടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചായിരുന്നു. ഇതെല്ലാം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ സംഭവങ്ങളുമായിട്ട് ടാനറിന് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും എന്നുള്ള കാര്യം മേഘൻ മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. മാത്രമല്ല അവനെ ഒന്ന് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് മേഘനും അസിസ്റ്റന്റും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ഈ മരണപ്പെട്ടു പോയ 2 പെൺകുട്ടികളുടെ ആത്മാവിനെ മേഘൻ കാണുന്നുണ്ട്. അവരുടെ ശബ്ദം ഇങ്ങനെ എന്താ പറയാ, ചെവിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായിക്കണം, രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സമാധാനം അവൾക്കില്ല. എന്നാൽ ആ ഒരു സ്ട്രെസ് മുഴുവൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇത് ആരോടും പറയാതെ അസിസ്റ്റന്റിന് കൂടെ നേരെ ഈ ടാനറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇയാളോട് ചോദിക്കാൻ തുടങ്ങുകയാണ്. അന്ന് കാർല മരിച്ച സമയത്ത് ഈ ടാനറിനെ നമ്മുടെ മേഘൻ അന്നേ ചോദ്യം ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ടാനർക്ക് ഇപ്പൊ മേഘനെ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നീട് മേഘന്റെ ആ ഒരു ചോദ്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ടാനറിന് ഒരു കാര്യം മനസ്സിലായി. അതായത് കില്ലർ എന്ന് പറഞ്ഞ് ഇവർ സംശയിക്കുന്നത് എന്നെയാണ്. ഇപ്പൊ ടാനർ പറയണം, മേഡം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കാർല ആ ഒരു പെൺകുട്ടി എനിക്ക് പരിചയമുണ്ട്, അതുപോലെ തന്നെ വാൻഡിയും എനിക്ക് പരിചയമുണ്ട്. പിന്നെ എന്നെ നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സ്കൂളിൽ നിന്നും കുറച്ച് കുട്ടികളുമായിട്ട് ഞാൻ ക്യാമ്പിങ്ങിന് പോയായിരുന്നു. അന്ന് 10 വയസ്സുള്ള ആ ഒരു പെൺകുട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചത് അത് വെറും ഒരു ആക്സിഡന്റ് ആണ്. ക്യാമ്പിന് പോകുന്ന സമയത്ത് പലർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. അത് ഫോളോ ചെയ്യാതെയാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. വെറുതെ ഇതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ. പോരാത്തതിന് അവളുടെ ബോഡി കിട്ടിയല്ലോ. ആ സ്ഥലത്തിലെ പോലീസുകാർ, വെസ്റ്റേണിലെ പോലീസുകാർ എന്നോട് വന്ന് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. കൂടുതൽ കാര്യം അറിയണമെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയി നോക്കിയെന്ന് പറയണം. എന്നാൽ വാൻഡിയുടെ ബോഡി കിട്ടിയ ആ ഒരു സ്ഥലത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ പോലീസ് ചീഫ് യാതൊരു രീതിയിലും മേഘനുമായിട്ട് സഹകരിക്കുന്നില്ല. അവർക്ക് ഇതിനേക്കാൾ വലിയ മലമറിക്കുന്ന മറ്റെന്തോ ഒരു കേസ് ഉണ്ട്
എന്നാ പറയുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്താൽ ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോയിക്കാന്ന് പറയണം. ഓക്കെ, ഇപ്പൊ മേഘനും അസിസ്റ്റന്റും അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അന്നേ ദിവസം രാത്രി തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കൂടെ ഇവർക്ക് കിട്ടുന്നുണ്ട്. പെൺകുട്ടിയുടെ പേര് മെലിസ മെയ്സൺ. ആ സംഭവ സ്ഥലത്തേക്ക് വേഗം തന്നെ മേഘൻ ചെല്ലുകയാണ്. സ്ഥിരമായിട്ട് പോലീസുകാർക്ക് കിട്ടുന്ന ഒരു എവിഡൻസ് അവളുടെ ദേഹത്തു നിന്നും കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേകതരം പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്, അതിന്റെ രോമങ്ങൾ. പോരാത്തതിന് സംഭവ സ്ഥലത്തേക്ക് വന്ന സമയത്ത് മേഘന് ആ ഇലൂഷൻ വല്ലാണ്ട് കൂടി വരികയാണ് കേട്ടോ. ഇതിനു മുന്നേ മരണപ്പെട്ടു പോയ കാർല അതുപോലെ തന്നെ വെൻഡി, രണ്ട് പെൺകുട്ടികളുടെ ആത്മാവും അവിടെ തന്നെയുണ്ട്. മാത്രമല്ല ഇപ്പൊ മരിച്ചുപോയ ഈ പെൺകുട്ടി ഉണ്ടല്ലോ മെലിസ മെയ്സൺ, അവൾക്ക് വെറും 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മാത്രമല്ല ഇത്രയും ദിവസം 2 കുട്ടികളുടെ ആത്മാവ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ അവളുടെ ചുറ്റുമായിട്ടും ഈ 3 കുട്ടികളുടെ ആത്മാക്കളും വന്ന് നിൽക്കുകയാണ്. അതായത് അവളുടെ സ്ട്രെസ് ലെവല്, അവളുടെ രോഗം ഇതെല്ലാം മൂർച്ഛിച്ചു വരികയാണ്. ഇതിനിടയിൽ ആ ഒരു കില്ലറെ ഇവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം പോലീസുകാർക്ക് ഉറപ്പായിട്ടുണ്ട്, ഈ 3 കൊലപാതകങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണ്, ഒരു സീരിയൽ കില്ലർ. മാത്രമല്ല ഒഫീഷ്യലി ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് മേഘന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സ്റ്റീവ് ആണ്. അതായത് സ്റ്റീവിനും അവന്റെ ടീമിനും ഒരു കാര്യം ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 3 പേരെ കൊന്നത് ഒരാളാണെങ്കിലും ഈ 3 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ പോയിന്റ് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പം മരിച്ചുപോയ വാൻഡി അതുപോലെ തന്നെ മെലീസ, ഈ 2 പെൺകുട്ടികളും സെന്റ് ലൂയിസ് എന്ന ചർച്ചിലേക്ക് പോവാറുണ്ടായിരുന്നു. എന്നാൽ ആദ്യം മരണപ്പെട്ട കാർല അങ്ങോട്ടേക്കൊന്നും പോവാറില്ല. അതുപോലെ അന്ന് മരണപ്പെട്ട കാർല അതുപോലെ വാൻഡി, ഈ 2 പെൺകുട്ടികളും എന്തോ സൂംബ ഡാൻസോ അങ്ങനെയുള്ള എന്തോ ഒരു പരിപാടിക്ക് പോവാറുണ്ട്. അതും വ്യത്യസ്തമായ 2 സമയത്തായിരുന്നു. അതായത് ഈ 3 പിള്ളേരുണ്ടല്ലോ, 3 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യവും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പോയിന്റ് കണ്ടെത്തിയാൽ മാത്രമല്ലേ ആ സ്ഥലവുമായി അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് പോലീസുകാർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. എങ്ങനെയാണോ പോലീസുകാർ സ്റ്റെക്കായി നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് മേഘന്റെ അവസ്ഥ. അവൾക്കൊന്നും കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് കൂടുതലായിട്ട് ടെൻഷനും കാര്യങ്ങളും വരുന്നുണ്ട്, ഇലൂഷൻസ് കൂടി വരികയാണ്. 3 പെൺകുട്ടികളുടെ ആത്മാവും ഇപ്പൊ അവൾക്ക് ചുറ്റുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. സോ ആ ഒരു സമയത്തെല്ലാം ഒരു ആശ്വാസത്തിന് അവൾ വിളിക്കാറ് റിച്ചാർഡിനെയാണ്. പെട്ടെന്നാണ് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, അതായത് വാക്കി ടോക്കിയിലൂടെ സംസാരിക്കുന്ന ആ ഒരു മെസ്സേജ് അവൾ കേൾക്കുന്നത്. അതായത് അക്ഷരമാല വെച്ച് ഇതുപോലെ കില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കില്ലർക്ക് ഇവർ പേര് വെച്ചിരിക്കുന്നത് ആൽഫബറ്റ് കില്ലർ എന്നാണ്. ഇതേ ആൽഫബറ്റ് കില്ലറിനെ പോലീസുകാർ ട്രേസ് ചെയ്തു, അവനൊരു വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയെന്ന് പറയണം. അപ്പൊ ആ ഒരു മെസ്സേജ് കേട്ട പാട് തന്നെ സംഭവ സ്ഥലത്തേക്ക് മേഘൻ ചെല്ലുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ വീട് ഇവന്റേത് തന്നെയാണ്. ഈ വീട്ടിൽ അവന്റെ അമ്മയുണ്ട്, അതുപോലെ തന്നെ 19 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് എലിസബത്ത് എസ്റ്റർ എന്നാണ്. മാത്രമല്ല ആ ഒരു പെൺകുട്ടിയെ ഇവൻ എന്തോ മാനഭംഗപ്പെടുത്താൻ നോക്കിയെന്ന് ആ ഒരു പെൺകുട്ടിയെ പോലീസിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. മാത്രമല്ല അവളുടെ ആ ഒരു പേര്, ഈ സ്ഥലത്തിന്റെ പേര്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവനാണ് ആ ഒരു ആൽഫബറ്റ് കില്ലർ എന്നാണ് ഞങ്ങൾ കൺക്ലൂഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, ഇയാൾ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത ആളാണ്. ചില മാനസിക പ്രശ്നങ്ങളും ഇയാൾക്ക് ഓൾറെഡി ഉണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മേഘം പറയാണ്, ഓഹോ അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ആ മനുഷ്യനെ ആൽഫബറ്റ് കില്ലർ ആണെന്ന് പറയുന്നത്? വിഡ്ഢികളെ. ഇതും പറഞ്ഞ മേഘൻ വേഗം തന്നെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് പോകണം. അപ്പൊ തന്നെ പല പോലീസുകാരും പറയുന്നുണ്ട് കയറരുതെന്ന്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ മേഘൻ നേരെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് ആ പ്രാന്തനുണ്ടല്ലോ അവനുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഡാ മോനെ, നീ വെറുതെ ബ്രഷ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, പറ്റുവാണെങ്കിൽ ഞാനുമായിട്ടൊന്ന് സംസാരിക്കുന്ന പറഞ്ഞിട്ട് പതിയെ മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോയി നോക്കുമ്പോൾ 2 സ്ത്രീകളെയാണ് അവൻ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്നത്. അതിലൊരാൾ അവന്റെ അമ്മ തന്നെയാണ്. പിന്നെ മറ്റേതൊരു പെൺകുട്ടിയാണ്, ഒരു 19 വയസ്സുള്ള പെൺകുട്ടി, നമ്മൾ പറഞ്ഞതുപോലെ എലിസബത്ത് എസ്റ്റർ. എന്താ സംഭവം എന്ന് ഇവനോട് ചോദിച്ച സമയത്ത് ഇവൻ ഈ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് അല്ലെങ്കിൽ ക്രഷ് തോന്നിയിട്ട് ഒന്ന് രാത്രി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ ഇവിടെ എത്തി ഇവന്റെ ഒരുമാതിരി മാനസിക രോഗം പിടിച്ചതുപോലെയുള്ള കളി കണ്ടപ്പോൾ ആകെ പേടിച്ചു പോയ ഈ പെൺകുട്ടി ബാത്റൂമിലേക്ക് ഓടിച്ചെന്ന് കയറിയിട്ട് പോലീസുകാരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു എന്നുള്ളൂ. അതിന് പുറമെ വേറൊരു സംഭവം ഇവിടെ ഇല്ല. ഇതിലാകെ പേടിച്ചു പോയിട്ടാണ് ഇവൻ ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുന്നത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മേഘനും ഒരു കാര്യം മനസ്സിലായി. ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ഇയാളൊന്നുമല്ല ആൽഫബറ്റ് കില്ലർ. ഇത് ഇച്ചിരി മെന്റലി പ്രശ്നമുള്ള ഒരാളാണ്, ഇയാൾക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ മനുഷ്യനോട് മേഘൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, പുറത്ത് എന്തൊക്കെയാ പോലീസുകാർ പറയുന്നതെന്ന് അറിയോ? അപ്പൊ കൂടുതൽ പ്രശ്നങ്ങൾ സിറ്റുവേഷൻ വഷളാവാതിരിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ഗണ്ണ് താഴേക്ക് വെക്ക്, ഒരു കുഴപ്പം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഈ പെൺകുട്ടി എന്താന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് പറയട്ടെ, പക്ഷെ നിങ്ങൾ സേഫ് ആയിരിക്കും. യാതൊരു എവിഡൻസോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾ ആരും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇതല്ലാതെ ഇവിടെ വെച്ച് ചെറിയൊരു മിസ്റ്റേക്ക് വരെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് വഷളാവും. അങ്ങനെ മേഘൻ ഇയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇയാളുടെ ഗണ്ണ് അവിടെ വെക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ജനലിലൂടെ ഇയാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാർ, അതായത് സ്നൈപ്പേഴ്സ്, ഇയാൾ അപ്പം തന്നെ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മേഘൻ അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ അമ്മ ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോവാണ്. ഈ ഒരു കാര്യം ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അതായത് പോലീസുകാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ തന്നെയാണ് ആൽഫബറ്റ് കില്ലർ എന്ന് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ആൽഫബറ്റ് കില്ലർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു കേസും അത് ക്ലോസ് ആയിരിക്കുകയാണ്. ഇപ്പൊ മേഘൻ ഇപ്പോ ആദ്യ ഭർത്താവായിട്ടുള്ള സ്റ്റീവിനെ കാണാൻ ചെല്ലുകയാണ്. ഇപ്പൊ സ്റ്റീവിനോട് മേഘൻ തർക്കിക്കുകയാണ്, നീ എന്ത് ഈ പറയുന്നത്? അയാൾ ആൽഫബറ്റ് കില്ലർ ആണെങ്കിൽ ഞാൻ പറഞ്ഞപ്പോ എന്തിനാണ് അയാൾ ഗണ്ണ് താഴെ വെച്ചത്? മാനസികമായിട്ട് അയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതി അയാളല്ല ഒരു സീരിയൽ കില്ലർ. ഇപ്പൊ സ്റ്റീവും തിരിച്ച് തർക്കിക്കാൻ തുടങ്ങുകയാണ്, നീ എന്ത് കണ്ടിട്ട് ഈ പറയുന്നത്? ആ വീട്ടിൽ വെച്ച് പോലീസുകാർക്ക് ചില എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. മരിച്ചുപോയ 3 പെൺകുട്ടികൾ, കാർല, വാൻഡി അതുപോലെ തന്നെ മെലീസ, ഇവരുടെ ദേഹത്തു നിന്നും കിട്ടിയ ആ ഒരു പൂച്ചയുടെ രോമം
ഉണ്ടല്ലോ അതേ തരത്തിലുള്ള രോമങ്ങൾ ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഞങ്ങൾ എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട് അവൻ തന്നെയാണ് ആ ഒരു ആൽഫബറ്റ് കില്ലർ എന്ന്. പോരാത്തതിന് ആ ഒരു പെൺകുട്ടിയുടെ പേര് ശ്രദ്ധിച്ചായിരുന്നു, എലിസബത്ത് എസ്റ്റർ. അവളുടെ ആ ഒരു 2 പേരിന്റെയും ആദ്യത്തെ അക്ഷരം ഇ ആണ്. ആൽഫബറ്റ് കില്ലർ ഇയാൾ തെരഞ്ഞെടുക്കുന്നത് ഇതുപോലെയുള്ള പേരുള്ള പെൺകുട്ടികളാണല്ലോ, അതുകൊണ്ട് കൂടുതലായിട്ട് നീ എന്നെ പഠിപ്പിക്കാനായിട്ട് വരണ്ട, നീ നിന്റെ കാര്യം നോക്കി പൊയ്ക്കുമെന്ന് പറയണം. എന്നാൽ മേഘൻ ഇത് വിടാൻ തയ്യാറായിരുന്നില്ല. ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യലായിട്ട് മരണപ്പെട്ടു പോയ ആ ആളുണ്ടല്ലോ, എല്ലാവരും ആൽഫബറ്റ് കില്ലർ ആണെന്ന് പറഞ്ഞ ആള്, അയാളുടെ വീട് പോയിട്ട് മേഘൻ ഒന്ന് പരിശോധിക്കുകയാണ്. ആ സമയത്ത് അവൾക്കൊരു കാര്യം മനസ്സിലായി. പിന്നീട് ഈ കേസ് അന്വേഷിച്ച പോലീസുകാരന്റെ ഓഫീസിലേക്ക് നേരിട്ട് മേഘൻ ചെന്നിട്ട് അയാളുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അല്ല സാറേ, അയാളാണ് ആ ഒരു കില്ലറെങ്കിൽ, അയാളുടെ പൂച്ചയുടെ രോമമാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ പൂച്ചയുടെ രോമം വീടിൽ മുഴുവനായിട്ട് അവിടെ ഇവിടെയായിട്ട് കാണണ്ടേ? എന്നാൽ ആ വീട്ടിലെ ഒരു ചെയറിൽ മാത്രമായിട്ട് പൂച്ചയുടെ രോമം കാണെങ്കിൽ അത് കുറച്ച് വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇതോടെ നമുക്കൊരു കാര്യം ഉറപ്പിച്ചോളൂ സാറേ, കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങളായിട്ട് മരിച്ചുപോയ പെൺകുട്ടികളുടെ ദേഹത്തു നിന്നും രോമം എടുത്ത് അവിടെ കൊണ്ടിട്ടതാണെന്ന്. ഒരു പാവത്തിനെയല്ലേ നിങ്ങൾ കൊന്നു കളഞ്ഞത്? പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രതിയെ നിങ്ങൾ പിടിച്ചു അല്ലെങ്കിൽ കൊന്നു എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥ കില്ലർ പുറത്തുണ്ട്. അവൻ കാരണം ഇനിയും കൊല്ലപ്പെടാൻ പോകുന്നത് എത്ര പെൺകുട്ടികളാണെന്ന് ആർക്കറിയാം? ഇതേ നേരം തന്നെ മരിച്ചുപോയ ആ ഒരു 3 പെൺകുട്ടികളുണ്ടല്ലോ, കാർല, വാൻഡി, മെലീസ, 3 പേരുടെ ആത്മാവും അവൾക്ക് ചുറ്റും അങ്ങനെ നടക്കുകയാണ്. ഇത് കണ്ട് ഉള്ളിൽ വല്ലാണ്ട് പേടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പേടി അത് പുറത്ത് കാണിക്കാൻ കഴിയോ? ഇല്ല. കാണിച്ചു കഴിഞ്ഞാൽ അവളുടെ ജോലി അപ്പൊ തന്നെ പോകും. അതേസമയം തന്നെ ഇപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, ഇയാൾ ചെയ്ത ഒരു കുറ്റമൊന്നും സമ്മതിക്കുന്നില്ല. ഇയാൾ പറയുന്നത്, മാഡം, ഞങ്ങൾ കേസുമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോയത്. ഞങ്ങൾ കൊന്നിരിക്കുന്നത് യഥാർത്ഥ ആൽഫബറ്റ് കില്ലറെ തന്നെയാണ്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലുള്ള ആൾക്കാരെ ബന്ധപ്പെടുക. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം തന്നെ പറയണം. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്ത് നമ്മുടെ മേഘൻ ഉണ്ടല്ലോ, യാദൃശ്ചികമായിട്ട് ഒരാളെ അവിടെ വെച്ച് കാണുന്നുണ്ട്. 2 വർഷം മുന്നെയാണ് ഇയാളെ അവസാനമായിട്ട് കണ്ടത്. അതായത് 2 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ കാർല ഉണ്ടല്ലോ, അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പോൾ ആ ബാറിൽ നിന്ന് കണ്ട ആ ഒരു ബാർടെൻഡർ, അപ്പൊ അയാളെ കണ്ട പാട് തന്നെ മേഘൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മരണപ്പെട്ടു പോയ കാർലയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് അയാൾ പറയുന്നുണ്ട്, അവളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ കണ്ടത്. അതെങ്ങനെയാ നിങ്ങൾ കാണൽ ചോദിച്ചപ്പോ ഈ മരിച്ചുപോയ കാർല ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് എല്ലാ ചൊവ്വാഴ്ചയും വരുമായിരുന്നല്ലോ, ആ സമയത്താണ് കണ്ടത്. എന്നാൽ അവൾ മരിച്ചില്ലേ 2 വർഷം മുന്നേ? ആ മരിക്കുന്നതിന്റെ കുറച്ച് ഒരു 5-6 മാസം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അതായത് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് അവൾ തീരെ വന്നിട്ടില്ലായിരുന്നു. ഇത് കേട്ടപ്പോ മേഘന് എന്തോ ഒരു സംശയം പോലെ. അതായത് നിങ്ങൾക്ക് കാര്യം എന്താണ് മനസ്സിലായോ? മരിച്ചുപോയ കാർലയുടെ അച്ഛൻ പറഞ്ഞത് അവൾ മരിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നേ അയാളുടെ അടുത്തേക്ക് വന്നു എന്നാണ്. പക്ഷെ എന്തിനാണ് കാർലയുടെ അച്ഛൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത്? നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മറയ്ക്കാനുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കാർലയുടെ അച്ഛനോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ വേണ്ടി മേഘൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. അതേ നേരം തന്നെ അവളുടെ ചുറ്റും നിന്ന് ആ ആത്മാക്കള് അവളോട് അങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്, നീ അങ്ങോട്ടേക്ക് അടുത്തു കഴിഞ്ഞു. എന്നാൽ കാർലയുടെ അച്ഛൻ ഈ മേഘനെ കണ്ട പാട് തന്നെ കാർലയുടെ അച്ഛനൊരു കാര്യം മനസ്സിലായി, ആ കേസുമായി ബന്ധപ്പെട്ട് എന്നെ സംശയിച്ചു തന്നെയാണ് ഇവരിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന്. കാരണം അന്ന് മേഘനോട് കാർലയുടെ അച്ഛൻ നുണ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അതെന്തുകൊണ്ടാണെന്ന് മേഘൻ ചോദിച്ചപ്പോൾ കാർലയുടെ അച്ഛനും ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ ഞാൻ വല്ലാണ്ട് മദ്യപിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മകളായിട്ടുള്ള കാർലയുമായിട്ട് നന്നായിട്ട് വഴക്കിട്ടു. അന്ന് തന്നെ അവൾ എന്നോട് തെറ്റി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ എന്റെ അടുത്തേക്ക് അവൾ വന്നിട്ടില്ല. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാനാണ് ആ ഒരു കൊലപാതകി എന്ന് നിങ്ങൾ സംശയിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് അന്ന് പറയാതിരുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അതൊക്കെ പോട്ടെ, അമ്മയുടെ അരികിൽ നിന്നും എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങളുടെ അടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അവൾ എങ്ങോട്ടാ അപ്പൊ പോയിക്കൊണ്ടിരുന്നത്? അത് പിന്നെ എന്റെ അമ്മയുടെ വീട്ടിലേക്കായിരിക്കും. എന്റെ അമ്മയുമായിട്ട് അവൾക്ക് നല്ല ബന്ധമായിരുന്നു. ഓക്കെ, നിങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് അവൾ പോകുന്നു പറഞ്ഞില്ലേ? നിങ്ങളുടെ അമ്മയും അതുപോലെ തന്നെ അവളും കൂടെ എങ്ങോട്ടെങ്കിലും പോവാറുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ, ആ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സിറ്റിയിൽ ഒരു ചർച്ച് ഉണ്ടല്ലോ, സെന്റ് ലൂയിസ്, അങ്ങോട്ടേക്ക് പോവാറുണ്ടായിരുന്നു എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ മേഘന് ഒരു കാര്യം കണക്ട് ചെയ്യാൻ പറ്റി. 3 പെൺകുട്ടികൾ മരണപ്പെട്ടില്ലേ, 3 പേരെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പേര്, അതാണ് സെന്റ് ലൂയിസ് ചർച്ച്. ഇതുവരെയായിട്ടും ആ ഒരു ചർച്ച് ഇവരുടെ ആ ഒരു ലിസ്റ്റിൽ വരാത്തതിന് കാരണം കാർല ആ ഒരു ചർച്ചിൽ പോയി എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ മരണപ്പെട്ടു പോയ വെൻഡി അതുപോലെ തന്നെ മെലീസ, ഇവർ 2 പേരും ആ ഒരു ചർച്ചിൽ പോകാറുണ്ടായിരുന്നു. അതായത് ഈ 3 പെൺകുട്ടികളെയും കണക്ട് ചെയ്യുന്ന ആ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ചർച്ച തന്നെയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് അവൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. മരണപ്പെട്ടു പോയ ഈ 3 പെൺകുട്ടികൾ, കാർല അതുപോലെ തന്നെ വെൻഡി അതുപോലെ മെലീസ, 3 പേരെയും കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് സെന്റ് ലൂയിസ് ചർച്ച് തന്നെയാണ്. അപ്പൊ സ്റ്റേഷനിലേക്ക് ഈ ഒരു കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ സ്റ്റീവ് പറയുന്നുണ്ട്, ഒറ്റയടിക്ക് നീ അങ്ങോട്ട് കയറി പോകല്ലേ, ഞാൻ അവിടെയുള്ള ലോക്കൽ പോലീസിനെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചർച്ചിലേക്ക് അയക്കാന്ന്. എന്നാൽ അതൊന്നും നോക്കാതെ മേഘൻ വേഗം തന്നെ ചർച്ചിലേക്ക് പോവാണ്. അവിടേക്ക് കയറുമ്പോൾ തന്നെ അവളുടെ കൈയും കാലും വിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരുപാട് സ്ട്രെസ് ഉള്ളിലേക്ക് വരുമ്പോൾ അവളുടെ ശരീരം ഇതുപോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ചർച്ചിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു ഫാദർ ഒരു ചെറിയ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു പെൺകുട്ടി പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഫാദറിനോട് പറയാണ്, ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന 3 പെൺകുട്ടികൾ, കാർല അതുപോലെ വെൻഡി, മെലീസ, ഈ 3 പെൺകുട്ടികളും ഇവിടെ വരാറുണ്ടായിരുന്നില്ലേ, അപ്പൊ അവരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നത്. ഇപ്പൊ ഫാദർ ഒന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഫാദറിന്റേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് റൂമിലേക്ക് ഇപ്പൊ മേഘനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ക്ലാര, വെൻഡി, മെലീസ ഇവരുടെയൊക്കെ ഒരുപാട് ഫോട്ടോസ് അവിടെയുണ്ട്. 3 ഫോട്ടോ ഒരുമിച്ച് വെച്ച് അതിന് മുന്നിൽ മെഴുകു
എതിരെയുണ്ട്. ഇപ്പൊ ഫാദർ ആണെങ്കിലും ഒരു വല്ലാത്ത രീതിയിൽ മേഘനെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, ഇവരെല്ലാം ഞങ്ങളുടെ ഈ ഒരു പള്ളിയിലെ ഏഞ്ചൽസ് ആണ്, ഇവരെ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. ഇതേ നേരം അവൾക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ആ ആത്മാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മേഘൻ നിങ്ങൾ എത്തിക്കഴിഞ്ഞു, ഇവിടെ മുഴുവനായിട്ട് പരിശോധിക്കുക, ആ ഒരു കില്ലറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ തലയിൽ ഇങ്ങനെ വന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ തല കയറാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ ഫാദർ ആണ് കില്ലർ എന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് ഇയാൾ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൾക്കൊരു ബാലൻസ് കിട്ടുന്നില്ല. പിന്നീട് ഗണ്ണുമായിട്ട് ആ ഒരു ചർച്ചിന്റെ ഭാഗത്തേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ അധിക നേരം നിൽക്കാൻ കഴിഞ്ഞില്ല, അവൾ അവിടെ തല കറങ്ങി വീഴുകയാണ്. അപ്പോഴേക്കും സ്റ്റീവ് പറഞ്ഞിട്ട് 2 ലോക്കൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബോധം കെട്ട് കിടക്കുന്ന മേഘനെ അവർ കാണുകയാണ്. വേഗം തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് അവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവളെ ചികിത്സിക്കുന്ന ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഡോക്ടർ ഇപ്പോൾ ഒരു കാര്യം പറയാണ്, അവളുടെ ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ ഒരു മാനസികാവസ്ഥ അത് വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന 14 ദിവസം അവൾ ഈ ഒരു ഹോസ്പിറ്റലിൽ കിടക്കണം. എന്നാൽ ഈ ഒരു കാര്യമൊന്നും മേഘൻ യാതൊരു രീതിയിലും മൈൻഡ് ചെയ്യുന്നില്ല. ഈ ഡോക്ടർ ആണെങ്കിൽ കോർട്ടിൽ നിന്ന് പെർമിഷൻ വരെ മേടിച്ചിട്ടുണ്ട്. അവൾ പറയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീഡിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് അധികം വൈകാതെ ആ ഒരു കില്ലറെ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കില്ലർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് മേഘൻ പോവാൻ നിൽക്കുമ്പോൾ ആ ആശുപത്രിയിലെ കമ്പൗണ്ടർ വന്ന് തടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അയാൾ വരെ അടിച്ചിട്ട് മേഘൻ നേരെ പുറത്തേക്ക് പോകണം. ഇനി എന്തായാലും ഇന്ന് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊന്നും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് മേഘൻ നേരെ പോകുന്നത് റിച്ചാർഡിന്റെ വീട്ടിലേക്കാണ്. റിച്ചാർഡ് വീണ്ടും മേഘനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഡോക്ടർ പറയുന്നത് കേൾക്ക്, നല്ല രീതിയിൽ മരുന്ന് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. പക്ഷേ മേഘൻ ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അവൾക്ക് ഇപ്പൊ തന്നെ ഇൻവെസ്റ്റിഗേഷന് പോകണം എന്നുള്ള ആ ഒരു മൈൻഡിലാണ്. അതുപോലെ അവൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പറയും വേണം. ഇപ്പൊ റിച്ചാർഡ് പറയണം, ഒരു കാര്യം ചെയ്യും, ഈ ഒരു ദിവസം നീ ഇവിടെ റെസ്റ്റ് ചെയ്യും, നമുക്ക് രണ്ടുപേർക്ക് നാളെ ഒരുമിച്ച് പോകാം, ഞാനും നിന്റെ കൂടെ വരാം. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും നിനക്കൊരു മെന്റൽ സപ്പോർട്ട് പോലെ ആയിരിക്കുമല്ലോ. ഇപ്പൊ മേഘൻ ആ കാര്യം കേൾക്കുകയാണ്. എന്തായാലും ഈ ഒരു ദിവസം ഇവിടെ നിൽക്കാന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ രാത്രിയായപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഈ പെൺകുട്ടികളുടെ കരച്ചിൽ തന്നെ അവളുടെ മൈൻഡിൽ വരികയാണ്. പെട്ടെന്ന് അർദ്ധരാത്രിയിൽ അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. കൂടെ തന്നെ ഒരു പൂച്ചയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ പൂച്ചയുടെ കരച്ചിലും അതുപോലെ തന്നെ ഈ പൂച്ചയെ അവിടെ കണ്ട സമയത്ത് ഇപ്പോ നമ്മുടെ ഈ ഒരു മേഘൻ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു സംശയം പോലെ, പോലീസുകാരാണല്ലോ, എന്ത് കാണുമ്പോഴും ഏത് കാണുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു സംശയം വരുമല്ലോ. അതുപോലെ തന്നെ മേഘന്റെ ഉള്ളിൽ ഒരു സംശയം. മരിച്ചുപോയ 3 പെൺകുട്ടികളുടെ ദേഹത്തു നിന്നും കിട്ടിയ ആ ഒരു പൂച്ചയുടെ രോമം എന്ന് പറയുന്നത് അത് വെള്ള നിറമാണ്. പ്രത്യേക ഒരു ബ്രീഡിലുള്ള പൂച്ചകളാണത്. അത് ആ ഒരു രോമം പരിശോധിച്ചവർക്ക് മനസ്സിലായി. ഇതേ പൂച്ചയെ തന്നെ ഇവിടെ കാണുകയാണ്. മാത്രമല്ല അതിന്റെ രോമങ്ങൾ മുഴുവൻ വെള്ള നിറവുമാണ്. അപ്പൊ എന്തോ ഒരു സംശയം തോന്നിയിട്ട് മേഘൻ ആ രാത്രിയിൽ തന്നെ പതിയെ ഓരോ റൂമും കയറി പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു റൂമിലേക്ക് കയറിയപ്പോൾ ഒരു പുസ്തകം കാണുകയാണ്. ആ പുസ്തകത്തിന്റെ പുറത്ത് ഈ കുരിശിന്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി തോന്നിയത് കൊണ്ട് തന്നെ മേഘൻ പതിയെ ആ ഒരു പുസ്തകം തുറന്നു നോക്കുകയാണ്. എന്നാൽ പുസ്തകം തുറന്നു നോക്കിയ സമയത്ത് മേഘന് അവളുടെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റില്ല. അമ്മാതിരി ഒരു കാര്യമാണ് അവൾ കാണുന്നത്. മരിച്ചുപോയ ഈ 3 പിള്ളേര്, കാർല, വെൻഡി, മെലീസ, ഈ 3 പിള്ളേരുടെയും ഒരുപാട് ഫോട്ടോസ് ഈ പുസ്തകത്തിലുണ്ടായിരുന്നു. അതിനു പുറമെ ഈ റിച്ചാർഡ് ഉണ്ടല്ലോ, ഇയാളുടെ ഫോട്ടോയും. അതായത് ഈ 3 പിള്ളേരും പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചർച്ചിലെ സെന്റ് ലൂയിസ് ചർച്ച്, അവിടെ ജോലി ചെയ്തിരുന്ന ഒരു കൗൺസിലർ കൂടിയാണ് ഈ ഒരു റിച്ചാർഡ്. അങ്ങനെയാണ് ഈ 3 കുട്ടികളെയും റിച്ചാർഡിന് നേരിട്ടുള്ള പരിചയം. ഇതേ സമയത്ത് തന്നെ വല്ലാത്തൊരു ഭാവത്തോട് കൂടിയിട്ട് വീൽ ചെയറിൽ റിച്ചാർഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ അയാൾ വീൽ ചെയറിലാണ്, കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് മേഘൻ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇയാൾ വീൽ ചെയറിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. കാരണം ഇത് ഇയാളുടെ ഒരു അഭിനയം മാത്രമായിരുന്നു, ഒരു മറ എന്നൊക്കെ പറയില്ലേ, ആരും ഇയാളെ സംശയിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഒരു സഹതാപം ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിച്ചാർഡിന്റെ വെറും ഒരു മറ മാത്രമായിരുന്നു ഈ ഒരു വീൽ ചെയറും സ്വാധീനമില്ലാത്ത കാലും. എന്തായാലും എഴുന്നേറ്റ് വന്ന റിച്ചാർഡിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് മേഘന് പറ്റുന്നില്ല. അടികൊണ്ട് അവൾ നിലത്ത് വീഴാണ്. അപ്പൊ തന്നെ അവളുടെ ബോധവും പോകുന്നുണ്ട്. പിന്നീട് ലൈറ്റായിട്ട് ബോധം വന്ന് നോക്കുമ്പോൾ ഈ കാർ പാർക്കിംഗ് ഏരിയയിലെ ആ ഒരു ഭാഗത്തിലൂടെ മേഘനെ ഈ റിച്ചാർഡ് വലിച്ചു കൊണ്ടുപോവാണ്. ഇപ്പൊ അവള് കണ്ണ് തുറന്നത് കണ്ടപ്പോ ഈ റിച്ചാർഡ് പറയണ, ഓഹോ അടിക്ക് അത്ര പവർ പോരല്ലേ, ഇത്ര പെട്ടെന്ന് നീ കണ്ണ് തുറന്നല്ലേ, വാ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതും പറഞ്ഞ് മേഘനെ റിച്ചാർഡ് ആ ഒരു കാറിലേക്ക് വലിച്ചു കയറ്റാണ്. എന്നിട്ട് ഈ മേഘനോട് റിച്ചാർഡ് ഒരു കാര്യം പറയുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുന്നേ കാർല ആ ഒരു പെൺകുട്ടിയെ ഞാൻ കൊന്നു കളഞ്ഞില്ലേ, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ആ ഒരു പെൺകുട്ടിയെ കൊല്ലണമെന്ന് യാതൊരു മുൻധാരണ ഉണ്ടായിരുന്നില്ല. അന്ന് റോട്ടിലൂടെ അവൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി, അവളെ കൊണ്ടുപോകണം, ഇതുപോലെ എനിക്ക് അവളെ റേപ്പ് ചെയ്യണം. ആ ഒരു തോന്നലിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ അന്ന് ആ ഒരു പെണ്ണിനെ കാറിലെ എന്റെ കാറിൽ കയറ്റി കൊണ്ടുപോയതും അതുപോലെ തന്നെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് അവസാനം അവൾ മരിച്ചുപോയി. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. അതുപോലെ അവളുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ, അതുപോലെ അവളുടെ ആ ഒരു ബോഡി കൊണ്ടുപോയി ഇട്ട സ്ഥലം, ഇതൊന്നും ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല. ചുമ്മാ ഒരു കഴപ്പിന്റെ പുറത്ത് ഞാൻ അവളെ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് മാത്രം. എന്നാൽ 2 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടു, ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ നീ ഒരു തിയറി പറഞ്ഞില്ലേ, മരിച്ചുപോയ കാർല കാസ്റ്റില, അവളുടെ ആ ഒരു 2 പേരിന്റെയും ആദ്യത്തെ അക്ഷരം സി ആണ്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു ഡെഡ് ബോഡി അത് കണ്ടുപിടിച്ച സ്ഥലത്തിന്റെ ആദ്യത്തെ അക്ഷരവും സി ആണ്. ആ രീതിയിൽ കേസ് നീ അന്വേഷിച്ചായിരുന്നു എന്ന് നീ പറയുന്നില്ലേ. ഞാനും അപ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നീ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനിയുള്ള കൊലപാതകങ്ങൾ ആ രീതിയിൽ ചെയ്താലോ എന്നുള്ളൊരു താല്പര്യം എന്റെ ഉള്ളിൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചർച്ച് ഉണ്ടല്ലോ, ആ ചർച്ചിലുള്ള 2 പെൺകുട്ടികളെ ഞാൻ നോട്ട് ചെയ്തത്, വെൻഡി വാഷ് അതുപോലെ തന്നെ മെലീസ മേസൺ. ഈ
രണ്ട് പെൺകുട്ടികളുടെയും രണ്ട് പേരുകളുണ്ട്, അതായത് വെന്റി വാഷ്. രണ്ടുപേരുടെയും ആദ്യത്തെ അക്ഷരം ഡബ്ല്യു ആണ്. അവളെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. അവസാനം കൊന്നു കളഞ്ഞു. അവളുടെ ബോഡി അതേ അക്ഷരത്തിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അതുപോലെ തന്നെ മെലീസ മെയ്സനെയും. എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കാനുള്ള ഐഡിയ പറഞ്ഞു തന്നത് തന്നെ നീയാണ്. സത്യം പറയാലോ, ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. നിങ്ങളിങ്ങനെ വട്ടം കറക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, എന്തൊരു രസമാണിത്. പക്ഷെ മേഘൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ ഒരു കൊലപാതകങ്ങൾ ചെയ്തത്, നിനക്കും കൂടി വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഈ ഒരു പാറ്റേണിൽ കൊലപാതകം നടത്തുന്ന സമയത്ത് പോലീസുകാർ എന്തായാലും ആ ഒരു കാര്യം കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ 2 വർഷം മുന്നേ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവും. അപ്പൊ 2 വർഷം മുന്നേ നീ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് ബോധ്യമാവുന്നതോടുകൂടി നിനക്ക് അവിടെ ഒരു വാല്യൂ കിട്ടും. എന്തായാലും ജോലിയിൽ ഉയർച്ചയും കിട്ടും. അപ്പൊ ഈ ഒരു വാൻഡിയും അതുപോലെ തന്നെ മെലീസ, ഇവരെ രണ്ടുപേരും ഞാൻ കൊന്നതിന്റെ പ്രധാന കാരണം അതാണ് കേട്ടോ. പക്ഷെ എന്റെ സ്നേഹത്തെ നീ മനസ്സിലാക്കിയില്ല. നീ എന്താ ചെയ്തത്? എന്റെ വീട്ടിൽ വന്നു നിന്നിട്ട് കൊലപാതകി ഞാൻ തന്നെയാണെന്ന് കണ്ടുപിടിച്ച് ഇനി എനിക്കെതിരെ പണി തരാൻ പോവാണ്. ഇത് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഈ രഹസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലണ്ടേ? ഒന്നും മിണ്ടാതെ ആ ഒരു കാറിന്റെ ബേക്കില് നമ്മുടെ മേഘൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് അവളിപ്പോ കൊണ്ടുപോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഷാർപ്പായിട്ടുള്ള എന്തോ ഒന്ന് അവളുടെ കയ്യിൽ കിട്ടുകയാണ്. ആ ഷാർപ്പായിട്ടുള്ള വസ്തു ഉപയോഗിച്ച് മേഘൻ അവളുടെ പിന്നിൽ കെട്ടിയ ആ ഒരു കയറുണ്ടല്ലോ, അത് പയ്യെ പയ്യെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ആളൊഴിഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് ഈ റിച്ചാർഡ് കാറുമായിട്ട് എത്തിയല്ലോ. കാറിന്റെ ഉള്ളിൽ നിന്ന് മേഘനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല അവളുടെ ദേഹത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ച് അവളുടെ ബോഡിയെ തന്നെ തളർത്താൻ വേണ്ടി ഈ റിച്ചാർഡ് നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും മേഘൻ അവളുടെ കെട്ടടിച്ച് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല അവിടെ ഓടി രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. റിച്ചാർഡ് അവളുടെ പിന്നാലെ തന്നെ ഒരു ഗണ്ണുമായിട്ട് വരികയാണ്. ഒരു ഘട്ടത്തിൽ അവൻ അടിച്ചു വീഴ്ത്തി. അവന്റെ ഗണ്ണ് ഉപയോഗിച്ച് തന്നെ ഇപ്പൊ മേഘൻ അവന്റെ കാലിൽ ഷൂട്ട് ചെയ്ത് ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ നല്ല വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. ആ ഒഴുക്കിൽ ഈ റിച്ചാർഡ് പെട്ടുപോകുന്നുണ്ട്. ഇനി ആ ഒരു വെള്ളത്തിൽപ്പെട്ട് അവൻ മരിച്ചോ അല്ലെങ്കിൽ ജീവിച്ചോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് മേഘൻ പൂർണ്ണമായിട്ടും അവിടെ തല കറങ്ങി വീഴുകയാണ് കേട്ടോ. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ. എന്നാൽ ഇത്തവണയുണ്ടല്ലോ എല്ലാ പ്രാവശ്യത്തെയും പോലെ ചുമ്മാ ബെഡിൽ അങ്ങനെ കിടത്തിയിരിക്കുകയല്ല. അവളുടെ കൈയും കാലും എല്ലാം ബെൽറ്റ് വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല 24 മണിക്കൂറും അവളെ നിരീക്ഷിക്കാനായിട്ട് ഒരു ക്യാമറയുണ്ട്. അവൾക്ക് ഒരിക്കലും ഈ ഒരു ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അവളുടെ ഈ അസുഖം ഭേദമാകുന്നത് വരെ. ഇപ്പൊ ആ മുറിയിൽ തന്നെ മേഘനെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. അവളുടെ ഹാലൂസിനേഷൻ അത് കൂടി വരുന്നുണ്ട്. അതായത് ആ 3 പെൺകുട്ടികളുടെ ആത്മാവും അവളുടെ ചുറ്റും അങ്ങനെ നിൽക്കുകയാണ്. ഇതും പോരാത്തതിന് അന്ന് ആ ഒരു വെള്ളത്തിലേക്ക് വീണ റിച്ചാർഡ് അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറൊരു ഐഡന്റിറ്റിയിൽ വേറൊരു ചർച്ചിലേക്ക് ഇയാൾ പോയിട്ടുണ്ട്. മാത്രമല്ല ആ ചർച്ചിലേക്ക് അന്ന് വന്ന ഒരു പെൺകുട്ടിയെ ഒരു വല്ലാത്ത രീതിയിൽ ഈ റിച്ചാർഡ് നോക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്ന സീനിൽ മേഘന്റെ ചുറ്റുമായിട്ട് 3 പെൺകുട്ടികളുടെ ആത്മാവില്ലേ, ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഇപ്പൊ ചർച്ചിൽ വെച്ച് കണ്ട ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് കൂടെ വരികയാണ്. ഓരോ ദിവസങ്ങൾ കടന്നു പോകും തോറും ഒരുപാട് പെൺകുട്ടികളുടെ ആത്മാവ് അവളുടെ ചുറ്റും അങ്ങനെ വന്നു നിൽക്കാൻ തുടങ്ങി. അതായത് ഇപ്പോഴും പിടികൊടുക്കാതെ പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്ന ആ ആൽഫബറ്റ് കില്ലർ, അയാൾ ഇപ്പോഴും കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ ഹോസ്പിറ്റലിലെ ഇരുട്ടുമുറിയിൽ കഴിയുന്ന മേഘൻ അവൾ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവന്റെ അവസാനമായിരിക്കും. ആ ദിവസത്തിന് വേണ്ടി മേഘൻ ഇപ്പോ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സിനിമയുടെ അവസാനം ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ആൽഫബറ്റ് കില്ലറാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നു കളഞ്ഞില്ലേ, അയാളുടെ സ്പേമും അതുപോലെ തന്നെ മരിച്ചുപോയ പെൺകുട്ടികളുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ സ്പേം, ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും രണ്ടാണ്. അതായത് അന്ന് കൊന്നു കളഞ്ഞ ആള് അത് ആൽഫബറ്റ് കില്ലർ അല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതിനു പുറമെ ഈ പോലീസുകാർ ഇപ്പോഴും ആൽഫബറ്റ് കില്ലറെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും യാഥാർത്ഥ്യത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കില്ലറെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം മേഘൻ പുറത്തിറങ്ങും, അവനെ കണ്ടുപിടിക്കും, കൊല്ലുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.